നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള PSC ചോദിച്ചിട്ടുള്ള ചോദിച്ച എക്സാമുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആധുനിക ആവർത്തന പട്ടിക. ഇതിനകത്ത് ഈ ടേബിളിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകി ഈ ചാപ്റ്റർ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ്, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയാനുള്ളത്, ആധുനിക ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി. ആ പേര് നോട്ട് ചെയ്യുക. ആധുനിക ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി. അതുകൊണ്ട് തന്നെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ്? ഹെൻറി മോസ്ലി. നെക്സ്റ്റ്, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. അപ്പൊ ഹെൻറി മോസ്ലിനെ കുറിച്ച് 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചതും ഹെൻറി മോസ്ലിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ ആധുനിക ആവർത്തന പട്ടികയിൽ ഈ മൂലകങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മൂലകങ്ങളുടെ അവയുടെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ഇലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഓപ്ഷൻ ഇട്ട് ചോദിക്കാം, മൂലകങ്ങളെ ആധുനിക ആവർത്തന പട്ടികയിൽ എങ്ങനെയാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക നമ്പറിന്റെ അവരോഹണ ക്രമത്തിൽ, അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ, അറ്റോമിക മാസിന്റെ അവരോഹണ ക്രമത്തിൽ. കറക്റ്റ് ഓപ്ഷൻ, കറക്റ്റ് ആൻസർ ഏതാണ്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഇലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ, അതായത് അറ്റോമിക് നമ്പർ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്, അല്ലെ? ആരോഹണ ക്രമം ചെറുതിൽ നിന്നും വലുതിലേക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈ ആവർത്തന പട്ടികയിലുള്ള മൂലകങ്ങളുടെ എണ്ണം, മൊത്തം ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളുടെ എണ്ണം 118 ഇലമെന്റ്സ്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. എത്ര മൂലകങ്ങളാണുള്ളത്? 118. 118 മൂലകങ്ങളാണുള്ളത്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118. ഈ 118 മൂലകങ്ങളിൽ അതിൽ 92 മൂലകങ്ങളെ സ്വാഭാവിക മൂലകങ്ങൾ എന്നറിയാം. അപ്പോൾ 118 ഇലമെന്റ്സിൽ ആദ്യത്തെ 92 ഇലമെന്റ്സിനെ അല്ലെങ്കിൽ ആദ്യത്തെ 92 മൂലകങ്ങളെ എന്താണ്? സ്വാഭാവിക മൂലകങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. സ്വാഭാവിക മൂലകങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ്? നാച്ചുറൽ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു ആദ്യത്തെ 92. ഇനി 92 കഴിഞ്ഞ് 93ാമത്തെ മുതൽ ഉള്ള മൂലകങ്ങൾ മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്. അതായത് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ്, അല്ലെ? കൃത്രിമ മൂലകങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്. അപ്പൊ ആദ്യത്തെ 92 ഇലമെന്റ്സിനെ എന്തെന്നാ പറയുന്നത്? നാച്ചുറൽ ഇലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. നാച്ചുറൽ ഇലമെന്റ്സ് 92 എണ്ണം, 92. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ആദ്യത്തെ ഇലമെന്റ് ആണ് ഹൈഡ്രജൻ. നോട്ട് ചെയ്യുക. ആധുനിക ആവർത്തന പട്ടികയിലെ ആദ്യത്തെ ഇലമെന്റ് ഏതാണ്? ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്ഥാനം ആർക്കാ കൊടുത്തേക്കുന്നത്? ഹൈഡ്രജൻ ആണ്. നമ്മൾ കെമിസ്ട്രിയുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതിന്റെ പ്രതീകം കൂടിയും ഒന്ന് നോട്ട് ചെയ്യുക. പ്രതീകം H. ഹൈഡ്രജന്റെ പ്രതീകം ഏതാണ്? H ആണ്. H. ഇനി അവസാന മൂലകം, അതായത് 118ാമത്തെ മൂലകമാണ് ഓർഗാനസോൺ. ആ 2 പേരും ഒന്ന് നോട്ട് ചെയ്യുക. ഓർഗാനസോൺ. അതിന്റെ പ്രതീകം OG ആണ്.
G, organozone. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിലെ ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? ഹൈഡ്രജൻ, പ്രതീകം H. ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ എലിമെന്റ്, അതായത് 118ാമത്തെ എലിമെന്റ് ആണ് ഓർഗാനസോൺ. പ്രതീകം ഏതാണ്? OG, ഓർഗാനസോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ കൃത്രിമ മൂലകങ്ങൾ നമ്മൾ പറഞ്ഞു 93ാമത്തെ മുതലുള്ള മൂലകങ്ങൾ മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്, അല്ലെങ്കിൽ കൃത്രിമ മൂലകങ്ങളാണ്. അതിൻ്റെ ഒപ്പം രണ്ട് പേരും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. 43ാമത്തെ ഇലമെന്റ് ആണ്. അറ്റോമിക് നമ്പർ എത്രയാ? 43 ആണ്. അറ്റോമിക് നമ്പർ 43 ടെക്നീഷ്യം. അപ്പോൾ ആദ്യത്തെ കൃത്രിമ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ടെക്നീഷ്യം ആണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ഇനി നോക്കാം, രണ്ടാമത്തെ കൃത്രിമ മൂലകമാണ് പ്രൊമിത്തിയം. 61ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള പ്രൊമിത്തിയം. 61ാമത്തെയാണ് അറ്റോമിക് നമ്പർ. 61 ആണ് പ്രൊമിത്തിയം. അപ്പോൾ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. രണ്ടാമത്തെ കൃത്രിമ മൂലകമാണ് പ്രൊമിത്തിയം. ഓക്കെ, ഇനി നമുക്കിവിടെ ടേബിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ അത് ഇലമെന്റ്സ് നമ്മൾ പറഞ്ഞു 118 ഇലമെന്റ്സിനെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ. ഇതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ നോക്കുക. ഇതിനകത്ത് ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. ഈ കുത്തനെ വരച്ചിരിക്കുന്ന ഈ കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് കുത്തനെ വരച്ചിരിക്കുന്ന ഈ കോളങ്ങൾ കണ്ടോ, ഇതൊരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, അങ്ങനെ താഴേക്ക് വരച്ചേക്കുന്ന കുത്തനെ വരച്ചിരിക്കുന്ന ഈ കോളങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പുകൾ. അപ്പൊ എത്ര ഗ്രൂപ്പുകളാണ് ഇവിടെ വരച്ചേക്കുന്നത് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പൊ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 18 ഗ്രൂപ്പുകൾ. ഓർത്ത് വയ്ക്കുക. ആധുനിക പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകൾ. ഇനി നോക്കാം, നമുക്ക് ഇങ്ങനെ ലംബമായിട്ട് വരച്ചേക്കണേ, അതായത് ഇങ്ങനെ വിലങ്ങനെ വരച്ചേക്കുന്ന ഇങ്ങനെ വിലങ്ങനെ വരച്ചേക്കുന്ന ഈ കോളങ്ങളെയാണ് നമ്മൾ പിരീഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ കുത്തനെ വരച്ചിരിക്കുന്ന കോളങ്ങളെ എന്തെന്ന് പറയുന്നു? ഗ്രൂപ്പുകൾ. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകൾ. ഇനി ആധുനിക ആവർത്തന പട്ടികയിൽ ഇങ്ങനെ വിലങ്ങനെ വരച്ചിരിക്കുന്ന കോളങ്ങളെയാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എത്ര പീരീഡ്സ് ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 7. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡുകൾ. അപ്പോൾ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണുള്ളത്. ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡ്സും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നമുക്ക് ഇത് കൂടാതെ തന്നെ ഇതിനെ പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4 ബ്ലോക്കുകൾ. അത് നോട്ട് ചെയ്യുക. എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പൊ എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകൾ. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. 4 ബ്ലോക്കുകൾ. അപ്പോൾ ഗ്രൂപ്പുകൾ 18, പീരീഡ്സ് എത്രയുണ്ട്? 7 പീരീഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബ്ലോക്കുകൾ 4 ബ്ലോക്കുകൾ. ഇത്രയും ക്ലിയർ ആണല്ലോ. 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഇനി ഇതിന് ഓരോ ബ്ലോക്കുകളെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം ഇത്രയും നോക്കുക, 4 ബ്ലോക്കുകൾ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇനി ഇതിൻ്റെ ഈ ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഈ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. അതും ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ്? ആറ്റത്തിന്റെ വലുപ്പം കൂടിക്കൂടി വരുന്നു. ഓക്കെ, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ്? ആറ്റത്തിന്റെ വലുപ്പം കൂടിക്കൂടി വരുന്നു. അതുപോലെ തന്നെ പീരീഡിൽ ഇടത്ത് നിന്ന് ഇങ്ങനെ വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യുക. അത് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പീരീഡിൽ ഇടത്ത് നിന്ന് ഇങ്ങനെ വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഓക്കെ, പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം
കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടിക്കൂടി വരുന്നു. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇവിടെ ശ്രദ്ധിക്കുക, 7 ഗ്രൂപ്പുകളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സ്, വരുന്ന മൂലകങ്ങൾ. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ശ്രദ്ധിക്കുക, അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സ് ആണ് ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതൊക്കെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിനകത്ത് ഈ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ മുകളിലായിട്ടാണ് ഹൈഡ്രജനെ കൊടുത്തേക്കുന്നത്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ് അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി ലോഹങ്ങൾ. ഒന്നാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങൾ. ഇതിന് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആൽക്കലി ലോഹമല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പറയില്ല. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഇലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. എല്ലാ ഇലമെന്റ്സും പഠിക്കണം. എല്ലാ ഇലമെന്റ്സും ഇതിനകത്ത് നമുക്ക് ചോദിക്കാം. ഇതിനകത്ത് അറ്റോമിക് നമ്പർ അനുസരിച്ച് ചോദിക്കാം. ഇതിനകത്ത് ഇപ്പൊ 19ാമത്തെ ഇലമെന്റ് ഏതാണ്? 19ാമത്തെ ഇലമെന്റ് ഏതാണ്? പൊട്ടാസ്യം ആണ്. 11ാമത്തെ ഏതാണ്? സോഡിയാണ്. അപ്പൊ ഇതിനകത്ത് 118ാമത്തെ ഇലമെന്റ് ഏതാണ്? ഓർഗാനസോൺ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളും പഠിച്ചു പോകാം. ഇപ്പൊ തന്നെ ഇതിന്റെ ഒപ്പം പഠിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഇലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കുക. അപ്പൊ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത ഇലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് എഴുതാം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലി ലോഹമല്ല. അതുകൊണ്ട് ഹൈഡ്രജനെ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നില്ല. എവിടെ തുടങ്ങിയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഇലമെന്റ്സ്? ലിഥിയം മുതലാണ് എഴുതി വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതിനെ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം രണ്ടാമത്തെ ഗ്രൂപ്പ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഗ്രൂപ്പ്, ഗ്രൂപ്പ് 2. ഈ ഗ്രൂപ്പ് 2വിനെ അറിയപ്പെടുന്ന ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ രണ്ടാമത്തെ കുടുംബമാണ് ഏത്? ആൽക്കലൈൻ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, എർത്ത് ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവിടെ നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ബെറീലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതൊക്കെയാണ് ഏത്? സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ് 2വിൽ വരുന്ന ഇലമെന്റ്സ് ഏതൊക്കെയാണ്? ബെറീലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. RA. അതിന്റെ പ്രതീകങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക. ബി, മെഗ്നീഷ്യം Mg, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനകത്ത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സുകളാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 3ാമത്തെ മുതൽ 12ാമത്തെ ഗ്രൂപ്പിനെ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം 3ാമത്തെ
ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഇലമെന്റ്സിനെയാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. 3 തുടങ്ങി 12 വരെ, 3 to 12, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെയാണ് ട്രാൻസിഷൻ ഇലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 13ാമത്തെ ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് നിൽക്കുന്നത് ആരാണ്? ബി ആണ്. അതായത് ഏതാണ്? ബോറോൺ ആണ്. ബി എന്ന് പറഞ്ഞ ഏതാ? ബോറോണിന്റെ പ്രതീകമാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 13ാമത്തെ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കുടുംബം എന്ന് പറയുന്ന ബോറോൺ ഫാമിലി, ബോറോൺ കുടുംബമാണ്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പ് ഏത് കുടുംബത്തിലാണ്? ബോറോൺ കുടുംബം. ഫസ്റ്റ് ഇലമെന്റ് ഏതാണ്? ഫസ്റ്റ് മൂലകം എന്ന് പറയുന്നത് ബോറോൺ ആണ്. അതുകൊണ്ട് ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്നു. ബോറോൺ കുടുംബം. ബോറോൺ കുടുംബം എത്രാമത്തെ ഗ്രൂപ്പാണ്? 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ്സ് നോക്കാം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. NH എന്ന് പറഞ്ഞ ഏതാണ്? നിഹോണിയം. ഇത്രയും ഇലമെന്റ്സ് ആണ് ഏത് 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. അതെന്തെന്ന് അറിയപ്പെടുന്നത്? ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ഇലമെന്റ് ഏതാണ്? ബോറോൺ ആണ്. അതുകൊണ്ട് ബോറോൺ കുടുംബം എന്ന് പറയുന്നു. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. നെക്സ്റ്റ് നോക്കാം 14ാമത്തെ ഗ്രൂപ്പ്. ഫസ്റ്റ് ഇലമെന്റ് ഏതാന്ന് നോക്കിയേ? കാർബൺ ആണ്. സി എന്ന് പറഞ്ഞ കാർബൺ. കാർബൺ ആണ്. അതുകൊണ്ട് അപ്പൊ എന്തെന്ന് പറയാ? കാർബൺ കുടുംബം. അപ്പൊ 14ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് എന്താണ്? കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നു. കാർബൺ കുടുംബം. ഇനി അതിനകത്ത് വരുന്ന ഇലമെന്റ്സ്, ഓരോ ഗ്രൂപ്പിലെയും ഇലമെന്റ്സുകളെ നമ്മൾ കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ അറ്റോമിക് നമ്പറും മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നമുക്ക് ഓരോ ഇത് അറ്റോമിക് നമ്പർ തന്നിട്ട് ഇത്രാമത്തെ ഇലമെന്റ് ഏതാ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി 14ാമത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലവേവിയം, FL. ഓക്കെ, ഇത്രയുമാണ് ഏത് 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. കുടുംബം ഏതാണ്? കാർബൺ കുടുംബം. ഇനി നെക്സ്റ്റ് 15ാമത്തെ. അപ്പൊ 14ാമത്തെ ഗ്രൂപ്പ് ഏതാ പറഞ്ഞത്? കാർബൺ കുടുംബം. കാർബൺ കുടുംബം 14. ഇനി 15ാമത്തെ ഗ്രൂപ്പ് നോക്കാം. 15. ആദ്യത്തെ ഇലമെന്റ് ഏതാണ്? നൈട്രജൻ ആണ്. ഏതാ പ്രതീകം? N ആണ്. നൈട്രജന്റെ പ്രതീകം ഏതാണ്? N. അപ്പൊ അതുകൊണ്ട് എന്തെന്ന് അറിയപ്പെടുന്നു? നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. അപ്പോ 15ാമത്തെ ഗ്രൂപ്പ് ഏത് കുടുംബത്തിൽ പെടുന്നതാണ്? നൈട്രജൻ കുടുംബം. 15ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഓപ്ഷൻ തരാം. കാർബൺ കുടുംബം, ബോറോൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഏതൊക്കെ അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസും തരാം. അപ്പോൾ 15ാമത്തെ ഫാമിലി, അതായത് ഗ്രൂപ്പ് 15ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഏത് കുടുംബത്തിലാണ് വരുന്നത്? നൈട്രജൻ കുടുംബം. ഇനി അതിനകത്ത് വരുന്ന ഇലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, AS എന്ന് പറഞ്ഞ ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം വരെ ഉള്ള ഇലമെന്റ്സ് ആണ്. MC മോസ്കോവിയം വരെയുള്ള ഇലമെന്റുകളാണ് 15ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഏതൊക്കെ ഇലമെന്റ്സ് ആണെന്ന് ഒന്നോടെ നോക്കി. 15 നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. ഓക്കെ, 15ാമത്തെ ഗ്രൂപ്പ്. 15ാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയപ്പെടുന്ന നൈട്രജൻ കുടുംബം. നൈട്രജൻ ഫസ്റ്റ് ഇലമെന്റ് നോക്കുക, നൈട്രജൻ ആണ്. അതുകൊണ്ട് നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം 16ാമത്തെ കുടുംബം നോക്കുക. ഫസ്റ്റ് എലിമെന്റ് ഏതാ? അവിടെ O ആണ്. ഒന്ന് പറഞ്ഞ ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് ഫാമിലിയാണ്? ഓക്സിജൻ കുടുംബം. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഓക്സിജൻ കുടുംബം 16ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ഓക്സിജൻ കുടുംബം. ഫസ്റ്റ് ഇലമെന്റ് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഇനി അതിനകത്ത് വരുന്ന മറ്റു മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. PO എന്ന് പറഞ്ഞത് പൊളോണിയം ആണ്. ലിവർമോറിയം, LV എന്ന് പറഞ്ഞാൽ ലിവർമോറിയം. അപ്പൊ ഈ ഇത്രയും ഇലമെന്റ്സ് അടങ്ങുന്നതാണ് 16ാമത്തെ ഗ്രൂപ്പ്. അതിനെന്തെന്ന് പറയുന്നു? ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നു.
നെക്സ്റ്റ് നോക്കാം 17ാമത്തെ ഗ്രൂപ്പ്. ഇത് നോക്കുക, 17ാമത്തെ ഗ്രൂപ്പ് വരുന്നത് ഫസ്റ്റ് ഇലമെന്റ് ഇതിനകത്ത് വരുന്ന ഫ്ലൂറിനാണ്. പക്ഷേ ഈ 17ാമത്തെ ഗ്രൂപ്പുകാർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഹാലജനുകൾ എന്ന് പറയുന്നു. അത് നോട്ട് ചെയ്യുക. 17ാമത്തെ ഗ്രൂപ്പിനെ പൊതുവേ നമ്മൾ എന്തെന്നാ പറയുന്നത്, ഏത് ഇതിനകത്ത് ഉൾപ്പെടുന്നു? ഹാലജനുകൾ. അതേക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ ബ്ലോക്കുകളും, ഇത് ഏതിനകത്ത് വരുന്നതാണ്? പി ബ്ലോക്കിൽ വരുന്ന ഇലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ബ്ലോക്കുകളും അടുത്ത നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹാലജനുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. 17ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഏതാണ്? ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. ഇനി അതിനകത്ത് വരുന്ന ഇലമെന്റ്സുകൾ, മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എത്രയാമത്തെയാണ്? 17. ഹാലജൻ. ഹാലജൻ കുടുംബം, 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻ കുടുംബം ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. 80 എന്ന് പറഞ്ഞാൽ അസ്റ്റാറ്റിൻ ആണ്. ടെന്നിസൺ. ഇത്രയും ഇലമെന്റ്സ് ആണ് ഏത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് 18ാമത്തെ ഗ്രൂപ്പ്. എത്രാമത്തെയാണ്? 18ാമത്തെ ഗ്രൂപ്പ് ഹീലിയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. 18ാമത്തെ ഇതിനകത്ത് ഹീലിയം. നോക്കിയേ ഏതൊക്കെ ഇലമെന്റ്സ് ആണ് വരുന്നത് നോക്കാം. ഈ 18ാമത്തെ ഗ്രൂപ്പിനെ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 18ാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. 18ാമത്തെ ഗ്രൂപ്പ് എന്താ അറിയപ്പെടുന്നത്? ഏതൊക്കെയാണ്? അലസവാതകങ്ങളാണ് 18ാമത്തെ ഗ്രൂപ്പ്. അതിനകത്ത് ഹീലിയം മുതലാണ് വരുന്നത്. നോക്കാം ഏതൊക്കെ ഇലമെന്റ്സ് ആണ് വരുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ. ലാസ്റ്റ് വരുന്ന ഇലമെന്റ് 118ാമത്തെ ഇലമെന്റ് ആണ് ഓർഗാനസോൺ. ഏതാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? 118ാമത്തെ ഇലമെന്റ്. അപ്പൊ അങ്ങനെ 18 ഗ്രൂപ്പുകളും നമ്മൾ അതിനകത്തുള്ള ഓരോ ഇലമെന്റ്സും നമ്മൾ പഠിച്ചു. അതിനകത്ത് ഓരോ ഗ്രൂപ്പുകളും ഏത് കുടുംബത്തിലാണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കാം. ബോറോൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം, അതൊക്കെ എത്രാമത്തെ ഗ്രൂപ്പുകളാണെന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ 118ാമത്തെ ഓർഗാനസോൺ വരുന്നത് എത്രാമത്തെയാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. ഈ 1ഉം 2ഉം ഗ്രൂപ്പ് ചേരുന്നതാണ് എസ് ബ്ലോക്ക് ഇലമെന്റ്സ്. എസ് ബ്ലോക്കിനകത്ത് വരുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? 1ഉം 2ഉം. 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്. ഇവിടെ നോക്കാം, 3 മുതൽ 12ാമത്തെ വരെയുള്ള ബ്ലോക്കുകളെ നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. 3 മുതൽ 12ാമത്തെ വരെയുള്ള ഗ്രൂപ്പുകളെ എന്താണ്? ഡി ബ്ലോക്ക് ഇലമെന്റ്സ്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി 13 തുടങ്ങി 18 വരെയുള്ള ഇലമെന്റ്സിനെയാണ് പി ബ്ലോക്ക് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് ഇലമെന്റ്സ് എത്ര മുതലാണ്? ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെ പി ബ്ലോക്ക് ഇലമെന്റ്സ് എന്ന് പറയുന്നു. ഇനി നോക്കാം എഫ് ബ്ലോക്ക് ഇലമെന്റ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 57ാമത്തെ ഇലമെന്റ് ആണ് ലന്താൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ 57 മുതലുള്ള 71ാമത്തെ വരെയുള്ള ഇലമെന്റ്സിനെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ എത്ര മുതലാണ്? 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിന്റെ ഇങ്ങനെ താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നു. ഇത് നമ്മൾക്ക് എഫ് ബ്ലോക്ക് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. 57 മുതൽ 71ാമത് വരെയുള്ള ഇലമെന്റ്സിനെ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നു. അതിനെ എവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്? പീരിയോഡിക് ടേബിളിന്റെ താഴെയാണ് അല്ലെ, ഇവിടെ താഴെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആക്ടീനിയം 89ാമത്തെ ഇലമെന്റ് ആണ് ആക്ടീനിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ 81ാമത്തെ ഇലമെന്റ് ആക്ടീനിയം മുതൽ 103ാമത്തെ ഇലമെന്റ് വരെ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ടീനിയം കഴിഞ്ഞിട്ട് വരുന്ന ഇലമെന്റ്സിനെ 103 ഇലമെന്റ്സിനെ ഇവിടെ ഇതുപോലെ ഇതിന്റെ താഴെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. അതിനെന്താ പറയുന്നത്? ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നു. ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എത്ര മുതൽ എത്ര വരെയുള്ള ഇലമെന്റ്സ് ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെ 118 ഇലമെന്റ്സിനെ നമ്മൾ ഈ ടേബിളിൽ അറേഞ്ച് ചെയ്തു. ഇനി
ഇനി എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുക, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് ഏറ്റവും ചെറിയ പീരീഡ് ഇവിടെ നോക്കുക. ഒന്നാമത്തെ പീരീഡിൽ 2 ഇലമെന്റേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയോ മാത്രം അല്ലേ. അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറിയ പീരീഡ് ഏത് പീരീഡാണ്? ഒന്നാമത്തെ പീരീഡാണ് ഏറ്റവും ചെറിയ പീരീഡ്. നോക്കാം, ഏറ്റവും വലിയ പീരീഡ് നോക്കാം, 6 മുതൽ 7ാമത്തെ പീരീഡാണ്. 6 മുതൽ 7ാമത്തെ പീരീഡാണ് എന്ത് നമുക്ക് ഏറ്റവും വലിയ പീരീഡ്. ഓക്കെ, ഏറ്റവും വലിയ പീരീഡ് 6ഉം 7ഉം ആണ്. ഇനി നമുക്ക് അതിൻ്റെ നമ്പറും കൂടി ഒന്ന് നോക്കാം, ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ പീരീഡിൽ എത്ര എലിമെന്റ്സ് ആണുള്ളത്? ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറഞ്ഞത് ഏതാണ്? ഒന്നാമത്തെ പീരീഡാണ്. അതിൽ എത്ര എലിമെന്റ്സ് ആണുള്ളത്? ഹൈഡ്രജനും ഉണ്ട്, ഹീലിയം ഉണ്ട്. അപ്പൊ എത്ര മൂലകങ്ങളുണ്ട്? 2. അപ്പോൾ ഒന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 2 മൂലകങ്ങൾ. രണ്ടാമത്തെ പീരീഡിൽ നോക്കി ഇവിടെ നിന്ന് എണ്ണി നോക്കിയാലോ അറിയാം നമുക്ക്. നോക്കിയേ, 1 2 3 4 5 6 7 8. എത്ര മൂലകങ്ങളാണ്? 8. അതും ഒന്ന് മനസ്സിലാക്കി വെക്കണം, മൂലകങ്ങളുടെ എണ്ണം. അപ്പോൾ ഒന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം 2, രണ്ടാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം 8, മൂന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം സെയിം തന്നെ 8 തന്നെ. നാലാമത്തെ പീരീഡിലുള്ള മൂലകങ്ങൾ 18. എത്ര എലിമെന്റ്സ് ഇവിടെ നിന്ന് എണ്ണി നോക്കാം. എത്ര എലിമെന്റ്സ് ഉണ്ട്? 18 എലിമെന്റ്സ് ഉണ്ട്. അഞ്ചാമത്തെ പീരീഡിലെ എലിമെന്റ്സ് മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 18 എലിമെന്റ്സ് തന്നെയാണ്, 5. ആറാമത്തെ പീരീഡിൽ ഇവിടെ നമ്മൾ കുറച്ച് എലിമെന്റ്സിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതും കൂടി നമ്മൾ ചേർക്കണം. ഓക്കെ, ലാന്തനോയിഡ്സും കൂടി നമ്മൾ അതിനകത്ത് ചേർക്കുക. അപ്പോൾ ആറാമത്തെ ഗ്രൂപ്പിലെ പീരീഡിലെ എണ്ണം എന്ന് പറയുന്നത് 32 ആണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എലിമെന്റ്സ് ഉള്ളത്, 32 എലിമെന്റ്സ്. ആറാമത്തെ പീരീഡ്. ഏഴാമത്തെയും സെയിം തന്നെയാണ്. ഇവിടെ ഇതിന്റെ ഒപ്പം തന്നെ ആക്ടിനോയിഡ്സും കൂടിയും നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? 18ഉം 14ഉം എത്ര വരും? 32 എലിമെന്റ്സ് വരും, 32. അപ്പോൾ 6ഉം 7ഉം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 32. ഓക്കെ, അപ്പൊ ഈ എലിമെന്റ്സിന്റെ നമ്പറും കൂടി നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത് 1, 2 ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഇപ്പോൾ സോഡിയം നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ആറ്റോമിക് നമ്പർ 11 അപ്പൊ ഇലക്ട്രോൺ 11. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ? 1s2 2s2 2p6 3s1 ആണ് വരുന്നത് അല്ലേ. 1s2 2s2 2p6 3s1. അപ്പൊ ലാസ്റ്റ് നോക്കിയാൽ എത്രയാ? 1 വരുന്നത് അല്ലേ. ഇലക്ട്രോൺ വിന്യാസം വരുന്നത് എസിൽ 1 ആണ്. അപ്പൊ അതുകൊണ്ട് ഏതില്ലാത്ത വരുന്നത്? ഗ്രൂപ്പ് 1 വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നോടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നോക്കാം, 1, 2 ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ല്, ഏറ്റവും അവസാനത്തെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1. അങ്ങനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം 1. ഇനി 1ഉം 2 ഗ്രൂപ്പുകളും പിന്നെ 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ 1 മുതൽ 1ഉം 2ഉം പിന്നെ 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളെ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് എന്താണെന്നും അതിലെ ഗ്രൂപ്പുകളും പീരീഡും അതിനകത്ത് ഓരോ ഇലമെന്റ്സിനെയും ബ്ലോക്കുകളെയും കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് പീരിയോഡിക് ടേബിൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മളിവിടെ വരച്ച് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പീരീഡ് ഉണ്ട്. ഗ്രൂപ്പുകൾ 18, പീരീഡ് എത്രയാണ്? 7, ബ്ലോക്കുകൾ 4, SPDF 4 ബ്ലോക്കുകൾ. പിന്നെ അതിനകത്ത് ഓരോ മൂലകങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ. അതിനകത്തുള്ള ഓരോ മൂലകങ്ങളും പിന്നെ 13 മുതൽ 12 വരെയുള്ള ഇലമെന്റ്സിനെ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്ന് പറയുന്നു. പിന്നെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി, ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ പറഞ്ഞല്ലോ, ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, കാർബൺ കുടുംബം, അതും അങ്ങനെ നൈട്രജൻ കുടുംബം, അങ്ങനെ ഹാലജനുകൾ, അതും നമ്മൾ ഓരോ ഗ്രൂപ്പുകളെയും പൊതുവായി പറയുന്ന അത് ഏത് കുടുംബത്തിലാണ് വരുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.